ഹായ് അസ്സലാമു അലൈക്കും. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുതിയ വീടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളും എല്ലാം കാണിക്കാം കേട്ടോ. അപ്പോൾ കുറേ ആയി, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ള ഒരു പാക്ക് വെച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറേ ഫിലിം ആക്ടേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ അത്. അപ്പം അങ്ങനെ വളരെ നേച്ചുറലായിട്ട് കെമിക്കലോ കളറോ ഒന്നുമില്ലാതെ തന്നെ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. അപ്പോൾ എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി ഇത് വീണ്ടും ഇതിങ്ങനെ നല്ല രീതിക്ക് ചാനൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് നമുക്കിനി ആദ്യമായിട്ട് നമുക്കിത് ചെയ്യണമെന്ന് വെച്ചാൽ തൈരാണ് കേട്ടോ. അപ്പോൾ തൈരിൻ്റെ ഗുണങ്ങളാണെന്ന് വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കാനും തിളക്കം നൽകാനും മുഖക്കുരുവിനെ പ്രതിരോധിക്കാനൊക്കെ വളരെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ തൈര്. അതുപോലെ തൈരിലെ ലാക്റ്റിക് ആസിഡ് ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ചർമ്മത്തിന് നിറം നൽകാനും സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ വരണ്ട ചർമ്മത്തിനാണെങ്കിലും ചർമ്മത്തിന് തിളക്കം നൽകാൻ, കറുത്ത പാടുകളൊക്കെ അകറ്റാനും ഇതിനൊക്കെ വളരെ പ്രയോജനമുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും മുഖത്ത് എന്ത് പാക്ക് ഇടുകയാണെങ്കിൽ തൈര് ഇടാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്കൊരു കോഫി പൗഡറാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബ്രൂവിൻ്റെ ഒരു ചെറിയൊരു പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആവശ്യമുള്ളൂ. അപ്പോൾ കാപ്പി നമ്മൾ എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ അപ്പോൾ കാപ്പിയിലുള്ള കോഫിൻ പറഞ്ഞാൽ നമ്മൾ ഉന്മേഷം നൽകാനും ക്ഷീണം അകറ്റാനും സഹായിക്കുന്ന ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ കാപ്പിയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ദിവസം നമുക്ക് തുടങ്ങുന്നത് കാപ്പി കുടിച്ച് നല്ല ഉഷാറായിട്ട് തുടങ്ങണമെന്ന് എല്ലാവരും വിചാരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഉഷാറാക്കി വയ്ക്കുന്ന ഒരാളാണ് കേട്ടോ കോഫി. അപ്പോൾ കാപ്പി നമ്മളിതിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലൊരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടെ നമ്മുടെ സ്കിന്നിന് ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇതിലോട്ട് വേണ്ടത് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ തക്കാളിയിലെ ഗുണങ്ങളാണെന്ന് വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ തക്കാളിയിൽ വിറ്റാമിൻ കെ, കാൽസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി ചർമ്മത്തിന് തിളക്കം നൽകാനും ചുളിവുകളൊക്കെ അകറ്റാനൊക്കെ വളരെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ വരുന്ന ക്യാൻസറുകളൊക്കെ തടയാനൊക്കെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് തക്കാളി കേട്ടോ. പിന്നെ തക്കാളിയിൽ നമുക്ക് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ ഗുണപ്രദമായതുകൊണ്ട് തന്നെ നമ്മളിത് കണ്ണിലൊക്കെ കുറച്ച് നേരം നമ്മൾ വെക്കുകയാണ് വെച്ചാൽ അത്രയും നല്ലതാണ്. അതേപോലെ തന്നെ തക്കാളിയിൽ ല്യൂട്ടിൻ, ലൈക്കോപ്പീൻ തുടങ്ങിയ കണ്ണിൻ്റെ ആരോഗ്യത്തിന് പ്രധാനമായ ഘടകങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ ഇരുമ്പ്, പൊട്ടാസ്യം, മാഗ്നീഷ്യം, ക്രോമിയോ, കോളിൻ, സിങ്ക്, ഫോസ്ഫറസ് എന്നിവ ധാരാളം തക്കാളിയിലുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി നമുക്ക് പാക്കിന് മാത്രമല്ല നമ്മൾ ഡെയിലി 1-2 തക്കാളി വെച്ച് കഴിക്കണം വെച്ചാൽ നമ്മുടെ സ്കിന്നിന് വളരെ ബ്രൈറ്റ്നസ് കിട്ടാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഞാനതിലെടുക്കാൻ പോകുന്നത് നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ നാരങ്ങയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അല്ലേ. നമ്മുടെ സ്കിന്നിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ നാരങ്ങയും കൊണ്ടൊന്ന് തേച്ച് നോക്കാറുണ്ട് അല്ലേ. നാരങ്ങയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് പോലെ തന്നെ മുഖ സൗന്ദര്യത്തിന് ഇത് വളരെ ഗുണപ്രദമാണ് കേട്ടോ. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് കറുത്ത പാടുകൾ അകറ്റാനും പിന്നെ അതുപോലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ സൺ ടാനൊക്കെ വരുന്നത് നല്ലോണം നീക്കം ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് ഏറ്റവും നല്ല ഒന്നാണ് നമുക്ക് നാരങ്ങ. കുറച്ച് ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ നാരങ്ങ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ചെയ്താലും മതി. അപ്പോൾ ഓയിലി സ്കിന്നുകാരൊക്കെ എന്തായാലും നാരങ്ങ അതിൽ ആഡ് ചെയ്ത് ചെയ്യണം. അപ്പോൾ നല്ലൊരു എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ വരുന്ന കറുത്ത പാടുകളെല്ലാം അകറ്റി പോകാൻ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല നമ്മളിതിൽ നാരങ്ങ ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് മാറ്റാനും പിന്നെ അതേപോലെ ബ്ലാക്ക് ഹെഡ്സൊക്കെ ഒന്ന് മാറ്റി കളയാനും അതേപോലെ തന്നെ പാലുണ്ണി പോലുള്ള മുഖത്ത് വരുന്ന പല ഡെഡ് സ്കിന്നുകളും നമ്മുടെ മുഖത്ത് നിന്ന് മാറ്റാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് അലോവേറയാണ്. അപ്പം നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ സ്കിന്നിലെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ സൂര്യരശ്മികളിൽ നിന്നും ടാന് മുഖത്തെ ബാധിക്കാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മളൊരു സൺസ്ക്രീനൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ മുഖക്കുരു വരാതിരിക്കാനും പാടുകൾ മാറാനും എല്ലാത്തിനും അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ കണ്ണിൻ്റെ താഴെ വരുന്ന കറുപ്പ് മാറ്റാൻ പിന്നെ അതേപോലെ ആൻറ്റി ഏജിങ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ അലോവേറേൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഈ വീഡിയോസ് ഒന്നും മതിയാവില്ല. അത്രത്തോളം ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ അലോവേറ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുമ്പോൾ കഴിയുന്നത് ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട്
ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഫേസിൽ ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ നമ്മളത് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളൊന്ന് ക്ലോക്ക് വൈസ് ആയിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മൾ നല്ലോണം മൂക്കിൻ്റെ അവിടെയും ചിന്നിൻ്റെ അവിടെയൊക്കെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് ഒരു മസാജ് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ഡ്രൈ ആവാൻ ഒന്ന് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഒന്ന് അബ്സോർവ് ആയിട്ട് ഒന്ന് ഇറങ്ങുള്ളൂ. അപ്പം നമ്മളിതിൽ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകം കണ്ണിലും എല്ലാവരുടെയും ഭാഗത്തും നമുക്ക് എല്ലാവിടെയും തേക്കാം കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് തേക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് എല്ലാവരുടെയും നന്നായിട്ട് നമുക്ക് കയ്യിലാണെങ്കിലും കഴുത്തിലാണെങ്കിലും നമ്മൾ മുഖത്ത് എന്ത് പാക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ കയ്യിലും കഴുത്തിലൊക്കെ നമ്മളതും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു സ്ക്രബിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിതിൽ പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മൂക്കിൻ്റെ അവിടെയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഞാനിത് എങ്ങനെ എടുക്കുന്നത് ഇതുപോലെ നമുക്ക് മുഖത്തെടുത്ത് തേച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ തൈരും അലോവേറയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് മൂക്കിലും അവിടെയൊക്കെ എല്ലാവിടെയും ടാനും ഇതൊക്കെ ഒന്ന് മാറി ഡ്രൈ സ്കിന്നൊക്കെ ഒന്ന് മാറി നല്ല ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് പുറത്തൊക്കെ പോയിട്ട് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണ് വെച്ചാൽ വളരെ യൂസാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ സൺ ടാനോ അങ്ങനെ ഒന്നും വരില്ല. അതേപോലെ നമ്മൾ പുറത്ത് പോയിട്ട് നമ്മുടെ സ്കിന്നിലൊക്കെ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നീക്കം ചെയ്യാനും കറുത്ത പാടുകളൊക്കെ വരാണ്ടിരിക്കാനും ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കഴിയുന്നതും നമ്മളൊരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് മസാജ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഈ ഈർപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ലോണം ഒന്ന് ഇറങ്ങി കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 10-15 മിനിറ്റോളം ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. അപ്പോൾ അപ്പം തന്നെ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്യിനേക്കാളും കൂടുതലായി റിസൾട്ട് കിട്ടുന്നത് മുഖത്തിടുമ്പോഴാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഞാൻ ഒരു കയ്യിൽ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേറെ കൈ കാണിച്ചില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നത്തിനും ഉള്ള ഒരു സൊല്യൂഷൻ കൂടിയാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ പാർലറിലൊക്കെ പോയി നമ്മൾ ഒരുപാട് ക്രീമുകളൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് കാശൊക്കെ ചിലവാക്കി നമ്മൾ ചെയ്യുന്നേക്കാളും നമ്മൾ ഇതുപോലെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് വെച്ചാൽ നമുക്ക് വേറെ ദോഷമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച അതേ ഫലം തന്നെ നമുക്കിതിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ആണ് വെച്ചാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിട്ട് വെച്ചാൽ നമ്മളൊരു ഒത്തിരി എന്തായാലും ഒന്ന് അബ്സോർവ് ചെയ്യാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെക്കണം കേട്ടോ. അതിന് ശേഷം കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതേപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും വേണം. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.